അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവെ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും ഭിന്നത പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ല എന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദേവമാതാവിൻ്റെ മധ്യസ്ഥത്തിലെ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട, ഈ ദിവസങ്ങളെല്ലാം സത്യം വന്നൊരു വചനമാണ് ഹോശേയ 10:12 എടുത്തേ. നീതി വിതയ്ക്കുവിൻ, കാരുണ്യത്തിന്റെ ഫലങ്ങൾ കൊയ്യാം. തരിശുനിലം ഉഴുതുമറിക്കുവിൻ, കർത്താവിനെ തേടാനുള്ള സമയമാണിത്. ഈ വചനത്തിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ, കാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദൈവം ഏകപക്ഷീയമായി നൽകുന്ന ദൈവാനുഗ്രഹമാണ് കാരുണ്യം എന്ന് പറയുന്നത്. അത് ഇന്ന കാരണം, അതായത് പക്ഷെ അതിന്
ദൈവം കാരുണ്യം ലഭിക്കാൻ വേറൊരു കണ്ടീഷൻ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. കാരുണ്യം അൺകണ്ടീഷണലൊന്നുമല്ല, ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. അതെന്താ കാര്യം? നീതി പ്രവർത്തിക്കുവിൻ, കാരുണ്യത്തിൻ്റെ ഫലം കൊയ്യാം. അപ്പോൾ നമ്മളെ ഉടമ്പടിയിൽ വരുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാ കാര്യവും നീതിപൂർവ്വമായിരിക്കണം ചെയ്യുക. നീതിപൂർവ്വം, അനീതി ചെയ്യരുത് ഒരിക്കലും. കാര്യം ഇപ്പോൾ പൗരസപ്പോസം പറഞ്ഞില്ലേ, ബഹുമാനം ആവശ്യമുള്ളവർക്ക് ബഹുമാനം കൊടുക്കുക. ഞാൻ അതിനടുത്ത് റോമ 13:7 ഓരോരുത്തർക്കും അവകാശപ്പെട്ടിരിക്കുന്നത് കൊടുക്കുക. അതാണ് നീതി എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും അവകാശപ്പെട്ടിരിക്കുന്നത് കൊടുക്കുവിൻ. എന്താണത്? നികുതി അവകാശപ്പെട്ടവന് നികുതി. നികുതി അവകാശം. അത് ദൈവം ഇതിൽ നിന്ന് കോംപ്രമൈസ് ചെയ്യത്തില്ല. ഏറ്റവും വലിയ പ്രശ്നം അതാണ്. നമ്മൾ ദൈവത്തിനെ വട്ടം പിടിച്ച് ടാക്സ് വെട്ടിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. ദൈവം ടാക്സ് വെട്ടിക്കുന്നതിൻ്റെ ഭാഗം അതല്ല. എന്താ പ്രശ്നം? ആ വിജയകുമാറിൻ്റെ, നമ്മുടെ വിജയകുമാർ ബ്രദറല്ലേ, അങ്ങേര് ഇടയ്ക്കൊരു സാക്ഷ്യം പറയും. മനസ്സിലെ അങ്ങേർക്ക് 90 ലക്ഷത്തിൻ്റെ ഒരു ടാക്സ് വന്നു. അത് വലിയ ഇഷ്യൂ ആയി. പുള്ളിക്കാണെങ്കിൽ അന്നത്തെ സാമ്പത്തികം എനിക്കറിയാവുന്നതാണ്. അതിങ്ങനെ ബാങ്കിൽ നിന്ന് ഓവർ ഡ്രാഫ്റ്റ് എടുത്തുകൊണ്ട് നിൽക്കേണ്ട കാലമായിരുന്നു. ബിസിനസ്സൊക്കെ പൊട്ടി, ബിസിനസ് ഇല്ലാതെയും 10-15 കൊല്ലം ബിസിനസ് ഇല്ലാതെയും. അപ്പോൾ ഓവർ ഡ്രാഫ്റ്റിലാണ് പോണത്. അപ്പം എൻ്റെ ഇടയ്ക്കാണ് ടാക്സ് വരണത് 90 ലക്ഷത്തിൻ്റെ പഴയ അക്കൗണ്ടിൽ നിന്ന്. അപ്പോൾ അദ്ദേഹം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന് ഒരു ഐഡിയ കിട്ടി. അത് രാത്രി ഒറ്റക്ക് മുറിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഏകദേശം ഇതുപോലെ കർത്താവിൻ്റെ വചനമെടുത്തപ്പോൾ അവിടെ വചനത്തിൽ എന്താ പറഞ്ഞറിയുമോ? ടാക്സ് ആവശ്യമുള്ളവർക്ക് ടാക്സ് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അല്ല നീ അതിൽ നിന്ന് അവരെ കണ്ണിപ്പൊടി എടുത്ത് അവരെ വെട്ടിക്കണമെന്നല്ല പറഞ്ഞത്. അതേ പറ്റേ റോമ 13:7 ഓരോരുത്തർക്കും അവകാശപ്പെട്ടിരിക്കുന്നത് കൊടുക്കുവിൻ. ഓരോരുത്തർക്കും അവകാശപ്പെട്ടിരിക്കുന്നത് കൊടുക്കുവിൻ. നികുതി അവകാശപ്പെട്ടവന് നികുതി. അതാണ് നികുതി അവകാശപ്പെട്ടവന് നികുതി. ചുങ്കം അവകാശപ്പെട്ടവന് ചുങ്കം. ചുങ്കം അവകാശപ്പെട്ടവന് ചുങ്കം. ആദരം അർഹിക്കുന്നവന് ആദരം. ആദരം അർഹിക്കുന്ന ആൾക്കാരുണ്ടാകത്തില്ലേ? ഞാനാണെങ്കിൽ ഇതിൻ്റെ ഒരു സിദ്ധാന്തം. ഞാൻ 1ാം ക്ലാസ് പഠിപ്പിച്ച ടീച്ചറായാലും ഞാൻ അവിടെ മുമ്പ് നിൽക്കുമ്പോൾ പഴയ കൊച്ചാട് നിൽക്കും. അവരിങ്ങനെ സുഖമൊക്കെ പറഞ്ഞ് നിൽക്കും, ഞാനത് മൈൻഡ് ചെയ്യത്തില്ല. എന്താ കാര്യം? കർത്താവ് നമുക്ക് അക്ഷരം പറഞ്ഞു തന്ന ആളാണ്, നമുക്ക് കണക്ക് പഠിപ്പിച്ചു തന്നിരുന്ന ആളാണ്. ഇന്നിപ്പോൾ നമുക്ക് അവരെക്കാൾ വിദ്യാഭ്യാസം ഉണ്ടാകാം, പക്ഷെ അതല്ല, അവരെ ആദരം അർഹിക്കുന്നുണ്ട്. ഇപ്പം ചിലർ വരുമ്പോൾ നമ്മൾ എഴുന്നേക്കത്തില്ല. നമ്മളെക്കാൾ 1 വയസ്സോ 2 വയസ്സോ കൂടിയാൽ തന്നെയും നമ്മളത് ബഹുമാനിക്കാൻ വരാം. അതെന്താണ്? ആദരവ് അർഹിക്കുന്നവർക്ക് ആദരവ്. ഉടമ്പടിയിലുള്ള മക്കൾ ഒരിക്കലും നിങ്ങളുടെ മേൽ കർത്താവ് കുറ്റം ആരോപിക്കാത്ത ആൾക്കാരായിരിക്കണം. കർത്താവ് കുറ്റം ആരോപിക്കുന്നത് ഈ വചനം വെച്ചുകൊണ്ടാണ്. നീ ആദരവ് അർഹിക്കുന്നവർക്ക് ആദരവ് കൊടുത്തു. ഇപ്പം ബിഷപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ മോസ്റ്റ് ആദരവോടുകൂടി കാണുന്ന ഒരാളാണ് ബിഷപ്പ്. എക്സ് ഓർ വൈ ഏത് ബിഷപ്പായാലും, പ്രത്യേകിച്ച് ആലപ്പുഴത്തെ ബിഷപ്പ്. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ആരാണ്. കാര്യം എൻ്റെ ബിഷപ്പ് എന്നെക്കാൾ ജൂനിയറായിട്ട് പഠിച്ച ആളാണ്. പക്ഷേ എനിക്കറിയാം ആരാണ് അപ്പോസ്റ്റലാണ്. അദ്ദേഹമാണ് സഭയെ അശുദ്ധാത്മ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് ഷെയ്ക്കാൻ്റെ കൊടുക്കുകയല്ലേ ഈ യൂറോപ്യൻസിലേക്ക് ഏറ്റവും വലിയ ഇത് യൂറോപ്യൻസ് വേറെ സ്റ്റൈലാണ്. ഇന്ത്യക്കാരെ കുറച്ചുകൂടി നല്ലതാണെന്നൊന്നും അറിയാൻ പാടില്ല, പക്ഷേ എന്നാലും ആദരവ് കാണിക്കുന്ന ആൾക്കാരാണ്. യൂറോപ്യൻസ് ഷെയ്ക്കാനാണ് ചെയ്യണത്. അത് ആദരവിൻ്റെ ഭാഗമാണ്. പക്ഷേ നമ്മൾ നമസ്കാരം പറയുമ്പോൾ നമ്മൾ ഓർക്കുന്നത് ആദരവാണെന്ന് ഓർക്കും. പക്ഷേ ആദരവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർ പറയും ഇത് ബുദ്ധിസ്റ്റ്, നമസ്കാരമൊക്കെ ബുദ്ധിസ്റ്റിൽ നിന്ന് വന്നതാണ്, എൻ്റെതല്ല നിൻ്റെതാണെന്നാണെന്നാണ് സനാതനമായിട്ടുള്ള ആൾക്കാരുടെ വ്യാഖ്യാനം. പക്ഷേ ബുദ്ധിസ്റ്റ് വ്യാഖ്യാനം എന്ന് പറയണത് എനിക്ക് നിങ്ങളുടെ സ്നേഹവും ബഹുമാനമൊക്കെയാണ്, പക്ഷേ തൊട്ട് കളിക്കരുത്, തീണ്ടരുത്, നീ നിൻ്റെ സ്ഥലത്ത് നിൽക്കുക, ഞാൻ എൻ്റെ സ്ഥലത്ത് നിൽക്കാം, ടച്ച് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? അതും പ്രശ്നമാണത്. അത് ബുദ്ധിസം തന്നെയല്ലേ, മനുസ്മൃതിയിൽ നിന്നും കൂടി കയറി വരാം. നമ്മൾ വളരെ ഭംഗിയായിട്ട് പറയുന്ന ചില കാര്യങ്ങൾക്ക് ഇതുപോലെ ചില പണ്ട് പൂർവ്വപിതാക്കന്മാർ ജീവിച്ച മാനവികത വളരുന്നതിന് മുമ്പുള്ള ഉണ്ടായിരുന്ന കാഴ്ചപ്പാടുകൾ ചിലപ്പോൾ ആചാരാനുഷ്ഠാനങ്ങളിലേക്ക് കയറി വരാം. പക്ഷേ നമ്മൾ അത് എന്ത് ചെയ്താലും ചെയ്യണമെന്ന് ആദരവോടെയാണ് ചെയ്യുന്നതെങ്കിൽ അതാണ് വിഷയം. പൂർവികരുടെ ചില ആചാരം നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ എന്ത് മനോഭാവത്തിലാണ്. ഇപ്പോൾ ചില ആൾക്കാരോട് നമ്മളെല്ലാവരോടും സ്തുതി പറയാനോട് സ്തുതി പറയാൻ നമ്മൾ
കാര്യം നമ്മൾ എന്ത് മനോഹരത പറയണത്, അത് പറയണത് നമ്മൾ അവരെ ബഹുമാനിക്കുന്നതാണ്. അതാണ് ആദരവ് അർഹിക്കുന്നവർക്ക് ആദരവ് കൊടുക്കുകയും. അതിൻ്റെ അടുത്ത വാക്ക് മച്ചേ, ബഹുമാനം നൽകേണ്ടവന് ബഹുമാനം. ബഹുമാനം നൽകേണ്ടതിന് ബഹുമാനം. അപ്പോൾ ഈ ബഹുമാനവും ആദരവും ഒക്കെ, അതായത് അത് കൊടുക്കാത്ത ആൾക്കാരുണ്ട്. അതിൻ്റെ അർത്ഥം അഹന്ത എന്നതിൻ്റെ അർത്ഥം അവർക്ക് അഹന്തയാണ്. ഞാൻ ഇങ്ങനെ മറ്റുള്ളവരോട് ഇങ്ങനെ ആദരവ് കാണിക്കുമ്പോൾ ഞാൻ കുറഞ്ഞു പോകുമോ എന്നുള്ള ഒരു മിഥ്യാധാരണയാണ് വരണത്. അപ്പോൾ ഇന്ന് പക്ഷേ ഒരു അഹങ്കാരിയായിട്ട് ആൾക്കാരുമായിട്ട് ദൈവം ഉടമ്പടി നമുക്ക് പോയി ബലം പറയുക ചെയ്യാം. ചില ആൾക്കാരുള്ള ഇവിടുത്തെ ഉടമ്പടി, കൃപാസനത്തിൽ ഉടമ്പടി ബലാത്കാര ഉടമ്പടി എന്ന് പറയും. പല ആൾക്കാരുടെ ഉടമ്പടി ബലാത്കാര ഉടമ്പടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എവനും ഒരു ബുദ്ധിയുമില്ല, ബോധമില്ല, അഹങ്കാരത്തിൻ്റെ കൂടായിരിക്കും. അങ്ങനെ ഒരു അഹങ്കാരിക്ക് ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല ശരിക്കും. അതാണ് ഈ ആദരവ് അർഹിക്കുന്നവർക്ക് ആദരവ് കൊടുക്കണം, ബഹുമാനം അർഹിക്കുന്നവർക്ക് ബഹുമാനം കൊടുക്കണം. അപ്പോൾ അത് അങ്ങനെ കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ എളിമയുള്ളവരും വിനയമുള്ളവരായി മാറുകയും ദൈവകൃപയ്ക്ക് പാത്രമാകുകയും ചെയ്യും. നിന്റെ സ്വഭാവം പെരുമാറ്റങ്ങൾ ശ്രദ്ധിക്കണം ഉടമ്പടിയിൽ. നീ ഓരോ ദിവസവും വളരുകയല്ലേ, താഴേക്ക് തളരുകയല്ലല്ലോ ചെയ്യണത്. എൻ്റെ പേര് ജോസി. ഞാൻ കോട്ടയത്ത് ഏറ്റുമാനടുത്ത് പേരൂരിൽ നിന്ന് വരുന്നതാണ്. ഞാൻ ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് വന്നതാണ്. കാരണം എൻ്റെ മകൻ്റെ പേരിലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഈ കൃപാസനത്തിൽ വരുന്നത് എൻ്റെ ഇഷ്ടപ്രകാരം അല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. കാരണം കൃപാസനത്തിൽ എനിക്ക് വിശ്വാസമൊന്നുമില്ല, അതായിരുന്നു സത്യാവസ്ഥ. കാരണം 19 സമയത്ത്, കൊറോണയുടെ സമയത്തൊക്കെ ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോഴൊക്കെ പറയും, കൃപാസനത്തിൽ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ കൊറോണ വരേണ്ട കാര്യമില്ലല്ലോ, അപ്പം അത് വെറും തട്ടീരാണ്, വെട്ടീരാണ്, ഇതൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം എൻ്റെ മകൻ്റെ വിദേശത്തേക്ക് പോകാനുള്ള ഒരു പേപ്പർ വർക്കിന് വേണ്ടി അവർ 6-7 പേര് ഒന്നിച്ച് പോകാനിരുന്നു. അവർ പേപ്പർ വർക്കെല്ലാം നടത്തി. അപ്പോൾ എൻ്റെ മകൻ്റെ ഒഴിച്ചു ബാക്കിയുള്ളവരുടെ എല്ലാം പേപ്പർ വർക്കുകൾ നടക്കുന്നുണ്ട്. എൻ്റെ മോൻ ആദ്യം കൊടുത്തവൻ്റെ ഒന്നും നടന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പം എൻ്റെ അമ്മ ഇടയ്ക്ക് മലബാറിലൊക്കെ ഒന്ന് പോയി ഒരു മാസം അവിടെ പെങ്ങളുടെ കൂടത്തിൽ, പപ്പായുടെ പെങ്ങളുടെ വീട്ടിൽ താമസിക്കുകയും അവിടെ നിന്ന് എല്ലാ ദിവസവും കൃപാസനത്തിൽ പ്രാർത്ഥനയൊക്കെ ചൊല്ലി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ പറഞ്ഞു, എൻ്റെ ഭാര്യയോടും മകനോടും പറഞ്ഞു, നിങ്ങൾ കൃപാസനത്തിൽ പോകണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് കൃപാസനത്തിൽ ഇവരെ കൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ പൈസ തന്നോളാം, നീ കൃപാസനത്തിൽ പോകണമെന്ന്. അങ്ങനെ ഞാൻ 2 കണ്ടീഷൻ എൻ്റെ ഭാര്യയോടും മോനോടും പറഞ്ഞു, ഞാൻ കൃപാസനത്തിൽ വരും, നിങ്ങളെ അകത്ത് കയറ്റി വിടും, ഞാൻ അകത്ത് കയറത്തില്ല, ഞാൻ വെളിയിൽ നിൽക്കും. ഇതായിരുന്നു എൻ്റെ കണ്ടീഷൻ. ആ കണ്ടീഷനെല്ലാം സമ്മതിച്ചുകൊണ്ട് അവർ ഇവിടെ വരികയും ഞാൻ ആ കൂട്ടത്തിലൂടെ വരികയും ചെയ്തു. അതിനുശേഷം പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരീക്ഷണം പോലെയായിരുന്നു. മാതാവ് പരീക്ഷിച്ചതാണോ പിശാച് പരീക്ഷിച്ചതാണോ എന്നറിയില്ല. എന്താണേലും ഇവിടെ വന്ന് മുകളിൽ പ്രാർത്ഥന നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറേ നേരം അവിടെ കയറി, പ്രാർത്ഥിക്കുന്നിടത്ത് കയറി കുറേ നേരം ഇരുന്നു. അതിനുശേഷം താഴെ ഇറങ്ങി വന്നു, ഇവിടെയെല്ലാം തപ്പി നടന്നു, ഇതിലെല്ലാം നടന്നു. പുറത്തിറങ്ങി ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ പോവുകയാണ്, എന്നെ സമയമാകുമ്പോൾ തിരിച്ചു വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ അവിടെ ആ മാതാവിൻ്റെ കയറി വരുന്ന മാതാവിൻ്റെ ഗ്രോട്ടോയിൽ കയറി അതിൽ തൊട്ട് ഞാൻ പറഞ്ഞു, മാതാവേ, ഇവിടെ ഇത്രയും ജനം വരുന്നുണ്ട്, മാതാവ് ഉണ്ടെങ്കിൽ ഒരു കാര്യം തെളിയിക്കുക, ഒരാഴ്ചക്കുള്ളിൽ, ഇവിടെ എല്ലാം സമയബന്ധിതമാണ്, ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ മകൻ ഒരു പേപ്പർ വർക്ക് നടക്കുകയാണെങ്കിൽ ഞാൻ ഒരു 25% വിശ്വസിക്കാം, എല്ലാം ഗ്യാരണ്ടി വെച്ചാണ്. അപ്പം അങ്ങനെ ഇരുന്ന് ഞാൻ അത്രയും പ്രാർത്ഥിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇതിലെല്ലാം മാറി നടന്നു. ഞാൻ പോകുന്നതിന് മുമ്പ് വീണ്ടും ഒന്നും കൂടെ അവിടെ വന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ മകൻ്റെ പേപ്പർ വർക്ക് നടക്കുകയാണെങ്കിൽ, ഒരാഴ്ചക്കുള്ളിൽ നടക്കുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കും. അപ്പോൾ അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 6 പേരുടെയും പേപ്പറുകളെല്ലാം റിജക്റ്റ് ചെയ്തു. അവരുടെ കൂട്ടത്തിൽ കൊടുത്ത് ആർക്കും വന്നില്ല. എൻ്റെ മോൻ്റെ മാത്രം പേപ്പർ നടന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഏജൻറ്റിനോട് പറഞ്ഞ് ഞങ്ങൾ കൊടുത്തിരുന്ന പൈസ തിരിച്ചു വാങ്ങി. അപ്പോൾ തിരിച്ചു വാങ്ങിയതിൻ്റെ പിറ്റേ ദിവസമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഒരു പ്രതീക്ഷയില്ലല്ലോ. അങ്ങനെ വീട്ടിൽ ചെന്നതിൻ്റെ പിറ്റേ ദിവസം ആ ഏജൻറ്റ് വിളിച്ച് പറഞ്ഞു, മാൾട്ടയിൽ നിന്ന് നിങ്ങളുടെ പേപ്പർ വർക്കുകളെല്ലാം റെഡി ആയിട്ടുണ്ട്, പോകാൻ താല്പര്യമുണ്ടോ? ആ ഏജൻറ്റിനോട് പറഞ്ഞിട്ടില്ലായിരുന്നു നമ്മൾ പൈസ തിരിച്ചു മേടിച്ച കാര്യം. അപ്പോൾ മോൻ പറഞ്ഞു, പോകണ്ട, കാരണം അത് പറ്റിയിലാണ്, ആർക്കും കിട്ടിയില്ല, നമുക്കിനി കിട്ടത്തില്ല എന്ന്. ഞാൻ പറഞ്ഞു, വേണ്ട, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, ഏതായാലും ഇത്രയായില്ല, ഞാൻ മാതാവിൻ്റെ അവിടെ പോയി ഒന്ന് പ്രാർത്ഥിച്ചതല്ലേ, ചിലപ്പം 2 ദിവസമല്ലേ ആയുള്ളൂ, ഫലം കിട്ടിയില്ലേ, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഞാൻ അവരുടെ പൈസ കൊടുക്കുകയും പേപ്പർ വർക്ക് നടത്തുകയും ചെയ്തു. അതിനുശേഷം പിന്നെ എല്ലാം
2 ദിവസം 3 ദിവസം കൂടുമ്പോൾ പേപ്പറുകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു, വിളിക്കുന്നു, പാസ്പോർട്ട് സബ്മിഷൻ നടക്കുന്നു, എല്ലാം ആയി. ഒരു ജൂൺ 25-ാം തീയതി ആയപ്പോൾ അതിനിടയ്ക്കൊക്കെ ഞാനിവിടെ വരാൻ തുടങ്ങിയപ്പം ഒരു 7-8 പ്രാവശ്യം ഇവിടെ വന്നു. അങ്ങനെ ജൂൺ 25-ന് ഞാൻ ഭാര്യയോട് പറഞ്ഞു, നീ ഉടമ്പടി എടുക്കണ്ട, ഞാനാണ് ഉടമ്പടി എടുക്കുന്നത്. അപ്പം അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു. കാരണം ഞാനാണ് ഉടമ്പടി എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിലാർക്കും വിശ്വാസമില്ല. കാരണം ഞാൻ കൃത്യമായി പ്രാർത്ഥിക്കുകയോ സമയത്ത് വീട്ടിൽ വരികയോ പ്രാർത്ഥിക്കുകയോ അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യുന്ന ആളല്ല. വല്ലപ്പോഴും ഞാൻ കിടക്കാൻ നേരത്ത് ഒരു കുരിശ് വരച്ച് കയറി കിടക്കും, അത്രയേ ഉള്ളൂ. ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ആർക്കും ഒരു വിശ്വാസം വന്നില്ല. ഞാൻ പക്ഷേ ഉടമ്പടി എടുത്തു. അന്ന് മുതൽ ഞാൻ ഉടമ്പടി തെറ്റിക്കാതെ എല്ലാ ദിവസവും വെളുപ്പിനെ 5 മണിക്ക് എഴുന്നേറ്റ് ഞാൻ തിരി കത്തിച്ച് പ്രാർത്ഥിക്കും. അതുപോലെ വൈകുന്നേരം എത്ര സന്ധ്യയാണെങ്കിലും ഞാൻ തിരി കത്തിച്ച് പ്രാർത്ഥിക്കും, ബൈബിൾ വായിക്കാറുണ്ട്. ഇതെല്ലാം ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ മോൻ്റെ വിസ പ്രോസസ്സൊക്കെ നടന്ന് ജൂലൈ 28-ന് അവന് മാൾട്ടയ്ക്ക് പോകാൻ റെഡിയായി. അവൻ 28-ാം തീയതി മാൾട്ടയ്ക്ക് പോയി. അങ്ങനെ മാൾട്ടയ്ക്ക് പോയപ്പോൾ എനിക്ക് വേറെ പറയാനൊന്നുമില്ല. ഞാൻ വിശ്വസിച്ചു, എൻ്റെ മാതാവ് എന്നെ ഇവിടെ വരെ എത്തിച്ചു. കാരണം വിശ്വാസമില്ലാത്ത എന്നെ കൈ പിടിച്ച് ഇവിടെ എത്തിച്ചു. അങ്ങനെ മാൾട്ടയിൽ ചെന്നു. ഞാനിവിടെ വന്ന് ഇടയ്ക്കൊന്ന് നമ്മുടെ ഇവിടെ ഒരു ബ്രദറിനോട് ചോദിച്ചപ്പം പറഞ്ഞു, സാക്ഷ്യം പറയാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, നീ സാക്ഷ്യം പറയാൻ വരട്ടെ, ഒരു 1-2 മാസമാകും പോയി അവിടെ സ്റ്റേ ചെയ്യട്ടെ, അതിനുശേഷം സാക്ഷ്യം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്നിട്ട് തിരിച്ചുപോയി. തിരിച്ചുപോയി ഇവൻ ജോലിക്ക് ചെന്ന ഏജൻറ്റ് ശരിക്കും പറ്റിക്കുകയാണ് ചെയ്തത്. ഞങ്ങളുടെ ഏജൻറ്റ് പറ്റിച്ചു. അവന് പറഞ്ഞ ജോലിയൊന്നും കൊടുത്തില്ല. അപ്പോൾ അവൻ സ്വന്തം കഴിവുകൊണ്ട് അവൻ അവിടെ പല സ്ഥലത്തും ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഒരു സ്ഥലത്ത് അവന് ജോലി കിട്ടി, അവിടെ പോയി. അപ്പോൾ ആ ഏജൻറ്റ് പറഞ്ഞു, നീ മെഡിക്കൽ എടുത്തു, ഒരു വിരോധമില്ല, കുഴപ്പമൊന്നുമില്ല, നിൻ്റെ സ്വന്തം കഴിവുകൊണ്ട് നീ നേടിയെടുക്കാവുകയും എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ അത് ജോലി എടുത്തു, അവൻ മെഡിക്കൽ എടുത്തു, എല്ലാം ആയിക്കഴിഞ്ഞപ്പോഴത്തേനും 1.5 മാസം ജോലി ചെയ്തപ്പം ആ കൊണ്ടുപോയ ഏജൻറ്റ് ആദ്യത്തെ കമ്പനിയിൽ നിന്നും ഇവനെ ടെർമിനേഷൻ ലെറ്റർ കൊടുത്തു. ടെർമിനേഷൻ ലെറ്റർ കൊടുത്തപ്പം 15 ദിവസത്തിനുള്ളിൽ ഇവനെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ഇവനെ തിരിച്ച് വിടും. 8 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കടമെടുത്താണ് ഞാനിവനെ വിട്ടത്. അപ്പം അവൻ അവിടെ നിന്ന് ഭയങ്കര സങ്കടമായി കരഞ്ഞു. ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, ഇത്രയൊക്കെ ആയില്ലേ, ഞാൻ കൃപാസന മാതാവിൻ്റെ അടുത്ത് പോകുന്നുണ്ട്, നീ തിരിച്ചു വരത്തില്ല. അപ്പം ഞാൻ ഈ ടെർമിനേഷൻ ലെറ്റർ ആയിട്ട് 15 ദിവസം എന്നുള്ള 15-ാം ദിവസം വരെ ഞാൻ പ്രാർത്ഥിക്കുകയും 15-ാമത്തെ ദിവസം ഈ ലെറ്റർ കൊണ്ടുവന്ന് ഞാൻ അച്ഛൻ്റെ അടുത്ത് ഏൽപ്പിക്കുകയും ചെയ്തു. അച്ഛൻ്റെ കയ്യിൽ ടെർമിനേഷൻ ലെറ്റർ കൊടുത്തിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ കൊടുത്തിട്ട് ഞാനിവിടെ അച്ഛൻ എൻ്റെ തലക്കൈ വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്കൊരു തോന്നലുണ്ടായി, അയ്യോ ടെർമിനേഷൻ ലെറ്റർ കൊടുത്തിട്ടാണ് പ്രാർത്ഥിക്കുന്നത്, ഇനി അച്ഛൻ പ്രാർത്ഥിച്ചു കഴിയുമ്പോഴത്തേന് ഇവൻ ടെർമിനേഷൻ ആയി പോകുമോ എന്ന്. പിന്നെ പേപ്പർ കൊടുത്ത് വിശ്വാസമുണ്ട് അച്ഛൻ പ്രാർത്ഥിച്ചാൽ നടക്കുമെന്ന്. ആ വിശ്വാസത്തിൽ ഞാൻ പോയി. ഇവന് ഈ നവംബർ 28-ാം തീയതി വരെ ഒരു പ്രശ്നം ഉണ്ടാകാതെ ഇരിക്കുകയും ഈ മാസം 28-ാം തീയതി ആ കമ്പനി തന്നെ ഇവൻ്റെ പേപ്പർ വർക്കുകളെല്ലാം നടത്തി കൊടുക്കുകയും അവന് വിസ കിട്ടി, സ്റ്റാമ്പ് ചെയ്ത് അവൻ ജോലിക്ക് കയറി. അവൻ അന്ന് മുതൽ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു, പക്ഷേ അവന് കാർഡ് കിട്ടി. അവൻ അവിടെ ഇപ്പോൾ സേഫായി ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ഒന്നാമത്തെ ഏറ്റവും വലിയ കാര്യം ഇതാണ്. കാരണം ഇതിനു വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. ഇനി രണ്ടാമതായിട്ട് എൻ്റെ മകള് നേഴ്സിംഗ് BSc നേഴ്സിങ്ങിന് മംഗലാപുരത്ത് പഠിക്കുന്നുണ്ട്. അപ്പം മകൾക്ക് ഒരു 4-5 മാസം മുകളിലായിട്ട് ഭയങ്കര ചൊറിച്ചിലാണ്, ദേഹം മുഴുവൻ ചൊറിച്ചില്ല, കട്ടിലേക്ക് കിടക്കുമ്പോൾ ചൊറിയും. അപ്പം ഞാനിവിടെ നിന്ന് വിളിച്ചു പറയും, നീ കട്ടിലെ വല്ല പുഴുവായിരിക്കും, നീ അത് കുടഞ്ഞ് വിരിക്കുക, ബെഡ്ഷീറ്റ് മാറ്റ്, ഇതെല്ലാം പറയും. അവസാനം അവർ ബെഡെല്ലാം മാറ്റി വെയിലത്തിട്ട് ഉണക്കി. ഇങ്ങനെ എല്ലാ ദിവസവും ചെയ്താലും ഭയങ്കര ചൊറിച്ചിലാണ് രാത്രിയിൽ. അങ്ങനെ 3-4 ഹോസ്പിറ്റലുകളിലെ ഡോക്ടർമാരെ കാണിച്ചു. അവരെല്ലാം ഓരോ ദിവസവും ഓരോ മരുന്ന് കൊടുക്കും, ചൊറിയുന്നതിന് മരുന്ന് കൊടുക്കും. ഏറ്റവും അവസാനം ഒരു ഡോക്ടർ പറഞ്ഞു, മോളെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർക്ക് ചിലർക്ക് വളരെ അപൂർവമായ കുറേ ആൾക്കാർക്ക് അലർജി വരും, അത് പിന്നെ പോകാൻ വലിയ പാടാണ്, അതുകൊണ്ട് ട്രെയിൻ യാത്ര ഒഴിവാക്കാൻ. അപ്പം അങ്ങനെ ഇരിക്കുമ്പം ഒരു ദിവസം അവളിവിടെ വീട്ടിൽ വന്നു. വീട്ടിൽ 4 ദിവസത്തെ അവധിക്ക് വന്നപ്പം വൈകുന്നേരം ഊണ് കഴിഞ്ഞതിന് ശേഷം കിടക്കാൻ നേരത്ത് ഭയങ്കര വയറുവേദന. അതുവരെ ഓടിക്കളിച്ചിരുന്നവർക്ക് ഭയങ്കര വയറുവേദന വന്ന് അതിഭയങ്കരമായി കട്ടിലേക്ക് കിടന്ന് കുത്തിമറിയാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ പേടിച്ചു, എന്താ പറ്റിയത്. വിളിച്ചിട്ട് ചോദിച്ചിട്ട് ഒന്നും മിണ്ടുന്നില്ല, വട്ടം നീളെ കിടന്ന് ഉരുളുക. അപ്പം ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു എൻ്റെ ഇതിന് പാത്ത് വെച്ചിരുന്ന എണ്ണ എടുത്തു,
കൃപാസർ മാതാവിനെ എണ്ണയെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഞാൻ അവളുടെ വായിലേക്ക് ഒരു 3 തുള്ളി കുടഞ്ഞൊഴിച്ചു. എന്നിട്ട് അവളുടെ വയറിൽ എണ്ണ പുരട്ടി. അതിനുശേഷം ഞാൻ അവളുടെ ദേഹത്തൊക്കെ എണ്ണ പുരട്ടി നന്നായിട്ട് പറഞ്ഞു, നീ എനിക്ക് ഇരുന്നോളാൻ പറഞ്ഞു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞില്ല അവളുടെ വയറിൻ്റെ വേദന മുഴുവൻ പോവുകയും അവൾ ഫ്രഷായിട്ട് ഒരു പ്രശ്നമില്ലാതെ കിടക്കുകയും ചെയ്തു. അതിന് ശേഷം അത്ഭുതകരം എന്ന് പറയട്ടെ, ഇതുവരെയും അവളുടെ ഹോസ്പിറ്റലിൽ പോയതിന് ശേഷവും ഇത്രയും നാളും അത് കഴിഞ്ഞും അവൾ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇതുവരെയും അവളുടെ ദേഹത്ത് ഒരു തരി പോലും ചൊറിഞ്ഞിട്ടില്ല. ഞാൻ ഇന്നിപ്പോൾ ഇങ്ങോട്ട് വിളിച്ച് പോരാൻ നേരത്തും ഞാൻ ചോദിച്ചു, ഇതുവരെയും ചൊറിച്ചിലൊന്നും ഉണ്ടായിട്ടില്ല. അത് മാതാവ് മാറ്റിയതാണെന്ന് 100% ഉറപ്പാണ്. കാരണം ഓരോന്നും മാതാവ് എന്നെ തള്ളി എൻ്റെ തലക്കിട്ടടിച്ചുകൊണ്ടിരിക്കുക. കാരണം നീ വിശ്വസിക്കുക. അപ്പം അതാണ് അടുത്ത രണ്ടാമത്തേത്. പിന്നെ മൂന്നാമതായിട്ട് എൻ്റെ മോള് പരീക്ഷ എഴുതിയപ്പോഴത്തേനും അനാറ്റമി കൂട്ടിയുള്ള സബ്ജക്റ്റ് പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോഴേ കരഞ്ഞുകൊണ്ട് വിളിച്ചു, തോറ്റുപോകും, പകുതി മാർക്ക് പോലും കിട്ടത്തില്ല, ഞാൻ ഉറപ്പായിട്ടും തോറ്റുപോകും, അത് എഴുതി കഴിഞ്ഞാൽ 2 സബ്ജക്റ്റ് എഴുതണം, ബാക്കിയൊന്നും വിഷമമില്ലായിരുന്നു, കുഴപ്പമില്ലായിരുന്നു എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ പ്രാർത്ഥിക്കുക, ഞാനിവിടെ നിന്ന് പ്രാർത്ഥിക്കാം, നീയും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അന്ന് മുതൽ അവൾക്ക് പ്രാർത്ഥന ഞാൻ അയച്ചു കൊടുത്തു. അവൾ എല്ലാ ദിവസവും പ്രാർത്ഥന ചെല്ലും, ഞാനിവിടെ നിന്ന് പ്രാർത്ഥന ചെല്ലും. അപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞു, മാതാവേ, ഈ സബ്ജക്റ്റിന് ജയിച്ചാൽ, എല്ലാ വിഷയത്തിനും ജയിച്ചാലും അത് സാധാരണ നോർമൽ കേസിലൊരു ജയമായി മാറും. അപ്പോൾ എനിക്ക് വിശ്വാസം വരത്തില്ല. അതുകൊണ്ട് എന്നെ വിശ്വസിപ്പിക്കുവാൻ വേണ്ടി നീ എനിക്കൊരു അടയാളം തരണമേ. എനിക്ക് ആ ഒരു സബ്ജക്റ്റിന് കൃത്യ മാർക്ക് മതി, ജയിക്കാനുള്ള പാസ് മാർക്ക് മതി എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാ ദിവസവും. മോളോടും പറഞ്ഞു അങ്ങനെ തന്നെ പ്രാർത്ഥിക്കാൻ. ഏതായാലും റിസൾട്ട് വന്നു. ആ ഒരു സബ്ജക്റ്റിന് കൃത്യ മാർക്ക്, ഒരു മാർക്ക് കൂടുതലോ കുറവോ ഇല്ലാതെ ജയിക്കുകയും ബാക്കി എല്ലാ വിഷയത്തിനും കൂടെ മൊത്തത്തിൽ വന്നപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിന് മുകളിൽ മാർക്ക് ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് മറ്റൊരു അനുഭവം എനിക്കുണ്ടായത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാനിവിടുന്ന് കൃപാസനത്തിൻ്റെ പത്രം കൊണ്ടു കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അമലുണ്ട്. കാരണം ചമലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു സ്പോർട്സ്കാരനാണ്, അത് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അത് പ്രമാണിച്ച് എനിക്ക് ഇത് കൊണ്ട് കൊടുക്കാനൊക്കെ ഒരു നാണക്കേടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് കുറച്ച് കൊടുക്കും, ബന്ധുക്കൾക്ക് കൊടുക്കും, അടുത്തുള്ളവർക്ക് കൊണ്ട് കൊടുക്കും. അങ്ങനെ എനിക്കറിയാവുന്നവരെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ ഞാൻ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. കാരണം അത്രയൊക്കെ എനിക്ക് പറ്റുള്ളൂ. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങളുടെ രോഗികളെ സന്ദർശിക്കുന്നത്, അത് ഇടയ്ക്ക് വല്ലപ്പോഴും എവിടെയെങ്കിലും ഒറ്റയും പെട്ടയും എന്ന് പറയുന്നത് പോലെ ശരിക്കും ആത്മാർത്ഥമായി ഞാൻ ഒരു പ്രേക്ഷിത പ്രവർത്തനം ചെയ്തു എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഒന്ന്, എൻ്റെ വിശ്വാസമില്ലായ്മയിൽ നിന്നും ഉടലെടുത്ത എൻ്റെ ഒരു ഉള്ളിലെ ഒരു പ്രശ്നമാണത്. പക്ഷേ ഇതെല്ലാം മാറി ഞാൻ ഇന്ന് വന്നപ്പോൾ ഈ പറയുന്ന പോലെയാണ്. ഞാൻ കുമ്പസാരിക്കുകയോ കുർബാനയ്ക്കുള്ളൂ ഒക്കെ 2 വർഷം 4 വർഷം കൂടുമ്പോഴൊക്കെ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ഞാനിവിടെ വരുന്നതിന് തലേദിവസം തന്നെ ഞാൻ കുമ്പസാരിച്ച് കുർബാനയായിക്കൊണ്ട് ഞാൻ വന്നു. അതിനുശേഷം ഉടമ്പടി പുതുക്കുന്നതിന് എനിക്ക് കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു. കാരണം ഒരു 8-10 ദിവസത്തെ ഗ്യാപ്പ് വന്നു. ഞാൻ പിള്ളേരെയും കൊണ്ടൊക്കെ സ്പോർട്സിനൊക്കെ പോയപ്പോഴത്തേനും അത് പുതുക്കാൻ പറ്റിയില്ല. അന്നേരം രണ്ടാമത് ഞാൻ മനസ്സിലാലോചിച്ചു, ഞാൻ പുതുക്കണോ വേണ്ടയോ എന്നൊന്ന് സംശയിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ബൈബിൾ തുറന്നപ്പോൾ എനിക്കൊരു വാക്യം കിട്ടിയത്, അത് മുഴുവൻ ഓർമ്മയില്ല, എങ്കിലും അതിൽ കിട്ടിയിരിക്കുന്നത് ഇത്രയേ ഉള്ളായിരുന്നു: കലപ്പയിൽ കൈവച്ചിട്ട് ആരും പുറകോട്ട് തിരിഞ്ഞു നോക്കാൻ പാടില്ല, അങ്ങനെ പുറകോട്ട് തിരിഞ്ഞു നോക്കരുത് എന്നുള്ളൊരു വചനമാണ് എനിക്ക് കിട്ടിയത്. ഞാൻ വിചാരിച്ചു അത് എന്നെ തന്നെ ഉദ്ദേശിച്ചുള്ളതാണ്, അതുകൊണ്ട് ഇനി മുന്നോട്ട് പോവുക. ഈ 10 ദിവസം ഞാൻ പിള്ളേരുടെ കൂട്ടത്തിൽ പോയപ്പോഴും ഞാൻ ഇവിടെ നിന്ന് എൻ്റെ കൃപാസനത്തിൻ്റെ പുസ്തകം കൊണ്ടുപോവുകയും ഞാൻ മെഴുകുതിരി കൊണ്ടുപോവുകയും ഞാൻ ആ റൂമിലിരുന്ന് ഇതെല്ലാം സമയാസമയങ്ങളിൽ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നെക്കൊണ്ട് ചെയ്യാവുന്ന രീതിയിൽ അതിനപ്പുറം. കാരണം ഞാൻ അങ്ങനെയുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട്, വിശ്വാസം കുറവുള്ളതായതുകൊണ്ട് ഞാൻ ഇത്രയൊക്കെ ചെയ്തു. ഇനി മുന്നോട്ടുള്ള എൻ്റെ യാത്രയിൽ മാതാവിൽ കടപ്പെട്ട് മാതാവിൽ മാത്രമായി ആശ്രയിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എൻ്റെ ഒരു തീരുമാനം. ബൈബിൾ വായന അത് നേരത്തെ ഒന്നും എനിക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ബൈബിൾ വായന ഇപ്പോൾ ഞാൻ രാവിലെ 1 മണിക്കൂറിനടുത്ത് വായിക്കും, 5 മണിയാകുമ്പോൾ എഴുന്നേക്കും. അത് എങ്ങനെ എഴുന്നേക്കുന്നൊന്നും എനിക്കറിയില്ല. എത്ര താമസിച്ച് 2 മണിക്ക് കിടന്നാലും ഞാൻ 5 മണിക്ക് എഴുന്നേക്കും. രാത്രിയിൽ ബൈബിൾ വായിക്കും, പ്രാർത്ഥിക്കും. പ്രാർത്ഥന കഴിഞ്ഞ് അരമണിക്കൂറെങ്കിലും മിനിമം ബൈബിൾ വായിക്കും. രാവിലെയും എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും ഒരു 7 മണിയാകാതെ എഴുന്നേക്കാതിരുന്ന ഞാൻ ഇപ്പോൾ കൃത്യമായും 4:45 ആകുമ്പോൾ എഴുന്നേക്കും, പ്രാർത്ഥിക്കുകയും ചെയ്യും. അതുകൊണ്ട് മാതാവ് എന്നെ വല്ലാതെ കനിഞ്ഞ് അനുഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ പുറകെ ഉണ്ട്. ഞാൻ മാറാൻ നോക്കിയാലും എന്നെ മാറാതെ എന്നെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് നന്നായി അറിയാം. മാതാവേ സ്തോത്രം, യേശുവേ സ്തോത്രം.
ജോസ് ചേട്ടൻ പരിശുദ്ധ മാതാവിൻ്റെ രൂപത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ഒരടയാളം ചോദിച്ച് പ്രാർത്ഥിച്ചു. അത് സമയം വെച്ചാണ് പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധ അമ്മയ്ക്ക് സമയത്തിൻ്റെ മേൽ അധികാരമുണ്ട്. സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ അമ്മ കൃത്യസമയത്ത് ഇടപെട്ട് പരിഹരിക്കുന്ന സാക്ഷ്യങ്ങളെല്ലാം കേട്ടിട്ടുള്ളതുകൊണ്ട് ചേട്ടൻ പ്രാർത്ഥിച്ചതും സമയം വെച്ചാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇതിന് മോൻ്റെ വിദേശത്തേക്ക് പോകാനുള്ള കാര്യത്തിന് എന്തെങ്കിലുമൊക്കെ നീക്കുപോക്ക് ഉണ്ടാകണമെന്നുള്ളത്. യെശയ്യാ 65:24 വിളിക്കും മുമ്പ് ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ച് തീരും മുമ്പ് ഞാനത് കേൾക്കും. ചേട്ടൻ ഉള്ളിൽ പ്രാർത്ഥിച്ച് ഉടനെ തന്നെയാണ് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആ പ്രോസസ്സ് തുടങ്ങുകയാണ്. മനസ്സിൽ എന്ത് വിചാരിച്ച് പ്രാർത്ഥിക്കുന്നോ അതെല്ലാം അതേപോലെ നടക്കുന്നു. കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടുകയാണ്. എന്തടയാളം ചോദിച്ചോ ആ അടയാളം തന്നെ ദൈവം നൽകുകയാണ്. ഉടമ്പടിയിലേക്ക് വരുവാൻ ദൈവത്തിൻ്റെ ഒരു വിളിയാണത്. ഒരു വ്യക്തിയെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ആത്മീയതയുടെ ഉന്നതിയിലേക്ക് എത്തിക്കുകയാണ് ഉടമ്പടി പ്രാർത്ഥന. ഇവിടെ നമ്മൾ ഈശോ പറയുന്ന കാര്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിലെ വിഷയങ്ങൾക്കെല്ലാം പരിഹാരമായിട്ട് അമ്മ നമുക്ക് ഈശോയെ കാണിച്ചു തരുന്നു. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ഈ കുടുംബത്തിന് നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന.